ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇയറിങ്സ് കളക്ഷനാണ്. അപ്പം ഇതിൻ്റെ പാർട്ട് 2 ആണ് ഞാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് നിൻ്റെത് മാത്രമാണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെതാണോ, അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ പാർട്ട് 2 ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ബോക്സിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ കമ്മലുടെ ഇതൊക്കെ വച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ അമ്മയുടേത് വേറെ സെറ്റായിട്ട് അമ്മ അവിടെ വെച്ചതാണ്. ഇപ്പം എനിക്കത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കാണിക്കാം. ഇതിൻ്റെ പേഴ്സ് ഒന്നും എൻ്റെ അടുത്ത് ചിലപ്പോൾ ഇല്ലാന്ന് വരും. അമ്മയുടേതാണെങ്കിൽ ഫുൾ പേര് അതിൻ്റെതായിട്ടുള്ളതിൽ ഉണ്ടാവും. പക്ഷെ എൻ്റെ തന്നെയല്ല, പേര് വേറെ വേറെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വരെ അപ്പോൾ എനിക്കത് ഞാൻ വേറെ കാര്യമായാണ് നമ്മൾ ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇത്? ബ്യൂട്ടിഫുൾ ആ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഞാൻ ഇത്തിരി നല്ല ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തെടുത്താണ്. അവിടെ കുത്തിവരെ ആയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ടേസ്റ്റ്. ഫസ്റ്റ് തന്നെ ഇത് പേരാണ്. ഇത് നമുക്ക് വൈറ്റ് ഡ്രസ്സിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കമ്മലാണ്. ഒരു ജുമക്കാണ്. ഹേ ജുമക്ക, ഹേ ജുമക്കി, ഹേ ജുമക്ക ജുമക്ക വൺ ജുമക്ക ടു 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 ടു. ഇങ്ങനെ എന്ത് അടിപൊളി ഹെവി വർക്കായിട്ട് വരുന്നത്. നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ വൈറ്റ് ട്രഡീഷണൽ ഇത്, പിന്നെ ഹാഷ് ട്രഡീഷണൽ ഡ്രസ്, പിന്നെ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ വൈറ്റിന് ഉദ്ദേശിച്ച് തിരുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഉടുപ്പൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഉള്ളത്. പിന്നെ മറ്റേ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ പാവാടയും ബ്ലൗസും എന്നിട്ട് പോയി ക്രോപ്പ് ടോപ്പിനൊന്നും ഇങ്ങനത്തെ ഒന്നും ഇതായത്. ഓക്കെ, അത് റെപ്രസെൻറ്റ്. ഈ ഒരു കമ്മൽ അമ്മേൻ്റെ ആയിരുന്നു, പക്ഷെ അമ്മ എനിക്ക് തന്നതാണ്. ഇതൊരു ബ്ലാക്ക് വർക്കിൻ്റെ മുകളിൽ ഒരു പിങ്ക് വർക്കാണ്. ഇതിനകത്ത് എനിക്ക് ഹെവി പറയാനില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള തന്നെ ജുംക്കിയല്ല, അപ്പോൾ ട്രഡീഷണൽ ലുക്കിൽ തന്നെ ഈ ഒരു കമ്മൽ നമുക്ക് യൂസ് ചെയ്തിട്ടാം. പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ നല്ല ഹെവി ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നത് കമ്മലാണ് ഈ ഒരു ജുംക്ക. നമുക്ക് ഇതിന് റെഡാണോ വർക്ക് ഓവർ വരുന്നത്, അപ്പോൾ നമുക്ക് റെഡിനെ ചൂസ് ചെയ്യാം. റെഡ് കളറിലുള്ള ട്രഡീഷണൽ ഡ്രസ്സസിനൊക്കെ ഒരു ജുമുക്ക ചേരും. അത്യാവശ്യത്തിന് ഞാനെല്ലാം കാണിച്ചതായിരിക്കും, പക്ഷെ അത് നമ്മുടെ ആയിരുന്നു. പിന്നെ ഈ ഒരു രണ്ടെണ്ണം നമുക്ക് ചുരിദാറിൻ്റെ കൂടെ വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഉടുപ്പിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നത് അടിപൊളി കമ്മലാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ജുംക്കാസ് ആണ് കാണിക്കുന്നത്. സ്റ്റെഡ്സ്, ഇത് ജുംക്കയെല്ലാം കാണിച്ചിട്ട് സ്റ്റെഡ്സ്. നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ വേറൊരു മോഡലാണ് ഇത് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇപ്പം കാണിച്ചതിൻ്റെ വേറൊരു മോഡലാണിത്. കണ്ടോ, ഇത് നമുക്ക് വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാം. ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെയാണ് ഉദ്ദേശിച്ചത്. അതെ, നെക്സ്റ്റ് നമുക്ക് ഇതും അങ്ങനെയുള്ള തന്നെയാണ്. ഞാൻ ഇപ്പം കാണിച്ചത് ജുമക്കയല്ല, അത് വേറെ എന്തോ പറയാൻ മറന്നുപോയി. രണ്ട് അടിപൊളി ജുംക്കാസ് ഉണ്ട്. ഇത് ആംഗിൾ വൈറ്റ് ഗിൽറ്റർ
ജുമിക്കയാണ്. നല്ല ഒരു ആംഗിൾ വൈറ്റ് ആയിട്ടുള്ള ജുമിക്കയാണ്. നമുക്ക് ആംഗിൾ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. ഞാൻ ഉദ്ദേശിച്ചത് ക്രോപ്പ് ടോപ്സ്. ഈ ജുമിക്കാസ് നിങ്ങൾ ക്രോപ്പ് ടോപ്പ് ജീൻസ് ടോപ്പ് അതിൻ്റെ കൂടെ ഇതാക്കണ്ട. ഫുൾ ട്രഡീഷണൽ ലുക്കിലേക്ക് പോവുക. അല്ലെങ്കിൽ ചുരിദാർ, ട്രഡീഷണൽ ലുക്ക്, സാരി, അതിലാണ് ഈ ജുമക്കയൊക്കെ ഞാൻ ഇടുന്നത്. ഇതൊക്കെ ഞാൻ ആ ഒരു ഇതിലേക്കാണ് ഇടുന്നത്. അല്ലാണ്ട് ട്രഡീഷണൽ അല്ലാത്ത ലുക്കിൽ. ഇത് തന്നെ ഗോൾഡിൻ്റെ ആണ്. ഗോൾഡ് അതിൻ്റെ ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ പേര്, പക്ഷെ അടിപൊളി ട്രഡീഷണൽ. അത് ശരിക്കും ഗോൾഡ് തന്നെയാണ് കേട്ടോ. ഇത് അതേപോലെ തന്നെ ഇത് ഇച്ചിരിയും കൂടെ നല്ല അടിപൊളി ചുരുക്കായിട്ടാണ് വരുന്നത്. ആംഗിൾ വൈറ്റിൻ്റെ കൂടെ ഗോൾഡൻ ആണ്, അല്ലെങ്കിൽ സിൽവറിൻ്റെ കൂടെ ഒരു ഗോൾഡ് കളറാണ് വരുന്നത്. നല്ല അടിപൊളി ഹെവിയാണ്. അത്യാവശ്യത്തിന് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് ഇത്. നമുക്ക് ആംഗിൾ വൈറ്റ് ഡ്രസ്സോ അല്ലെ ഗോൾഡൻ സാരീസിൻ്റെ അങ്ങനെയുള്ള സാരീസിൻ്റെ കൂടെയൊക്കെ ഇതാക്കാൻ പറ്റും. ട്രഡീഷണൽ ലുക്കും കൂടെ. ഇതെനിക്ക് പിന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഭയങ്കര നമ്മുടെ പീകോക്കിൻ്റെ ഒരു ഇതാണ്. IRFZ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ്. പിന്നെ ഇത് ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ അല്ല, ഇത് ചുരിദാർ അങ്ങനത്തെ ഓൾഡ് സ്റ്റൈൽസ് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റും. ഇനി ജുംകാസ് കഴിഞ്ഞിട്ടിരിക്കുന്നു. നമുക്ക് വേറെ ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി 3 ലവ് ഷേപ്പുള്ളൊരു അടിപൊളി ഒരു കമ്മലാണ്. ഇതിന് കമ്മലിനാണ് വരെ സെഡോ ജുംക്ക അങ്ങനെയൊന്നുമില്ല, ഒരു കമ്മലാണ്. അടിപൊളിയല്ല. ഇത് സിൽവറിൻ്റെ മുകളിൽ ഗിൽറ്റർ വരുന്നതാണ്. പിന്നെ അതായത് മുന്തിരി പോലത്തെ ഒരു അടിപൊളി കിടക്കാച്ചി ഒരു കമ്മലാണ്. നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ. ഇത് പൊട്ടിപ്പോയതാട്ടോ. അത് ചിലപ്പോൾ ജസ്റ്റ് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റിന് വെച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പോയി. അപ്പം ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് വരും ഇതേപോലെ. അതിന് ഇതാണ് ബ്ലാക്കിനെ നമ്മൾ കാണിച്ചത്. ബ്ലാക്ക് ആയിട്ടുള്ള ഇതുണ്ട്. ഇത് നമുക്ക് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഗോൾഡൻ ഡ്രസ്സിൻ്റെ കൂടെ ട്രഡീഷണൽ അല്ല അല്ലാത്ത നമ്മുടെ ക്രോപ്പ് ടോപ്സ് അതിൻ്റെ കൂടെയൊക്കെ വേറെ പറ്റുന്നതാണ്. അത് നിന്നൂട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു സംഭവമില്ല, കമ്മല്. അതിൻ്റെ അതേ ഇത് വരുന്നത് ഇന്നും കൂടെയാണ്. ഈടെ എനിക്ക് കുറേ സെറ്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഇതൊരു റൗണ്ടിൽ വരുന്നത്. ഇത് ട്രഡീഷണലിലേക്ക് നമുക്ക് കിട്ടാം. ആക്ച്വലി ഇത് നമുക്ക് മറ്റേ ഡ്രസ്സിലൊന്നും പേരാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് ഒരു ഞാൻ ആംഗിൾ വൈറ്റുള്ളൊരു തന്നെയാണ്.
പിന്നെ 2 ഡയമണ്ട് പോലത്തെ ഇതുണ്ട്. പിന്നെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന 2 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് എന്താണ് മാലകളിലേക്ക് പോകാം. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സെയിം അതിൻ്റെ മാലയാണ്. ചെറുതായിട്ട് കാണിച്ചത് നമുക്ക് ഇവന്മാരൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കിട്ടുന്നില്ല. ഇങ്ങനെ വെച്ച് അതൊന്നുണ്ട്. പിന്നൊരു ഗോൾഡൻ പോലത്തെ ഇതൊരു ഗോൾഡനിൽ വരുന്ന സിമ്പിളായിട്ടൊരു ലോക്കറ്റ് മുള്ളിലാണ് ഉണ്ടാകുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ സുഡിയോ എന്ന് വെച്ചു. ഇതും അതിൻ്റെ തന്നെ സെറ്റായിട്ടുള്ള ഒരു ഇത് ഞാൻ സുഡിയോ എന്നാണ് വെച്ചത്. ബാക്കി എല്ലാത്തിനും പേരില്ലാത്തതാണ്, അതാണ് കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഷൂട്ടിംഗ് വീഡിയോ ഉണ്ട് കേട്ടോ. ഷൂട്ടിംഗ് വീഡിയോ വെച്ചാൽ കണ്ടു പോയി കാണുന്നേ.